ഗവർണർക്കെതിരെ ഇടുക്കിയിൽ വലിയ പ്രതിഷേധമാണ് എസ്എഫ്ഐ നടത്തിയത്. തൊടുപുഴയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ കറുത്ത ബാനർ ഉയർത്തി കരിങ്കൊടി കാണിച്ചു. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഗവർണർ എത്തിയിരിക്കുന്നു. ഗവർണറുടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷനായി വെച്ചത് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെയാണ്. അദ്ദേഹം പങ്കെടുത്തു. അപ്പോൾ ഗവൺമെന്റുമായി വ്യാപാരികൾ പടകരുതി പോകാനല്ല, സഹകരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റായിട്ടും പ്രധാനമന്ത്രിയുടെ പ്രതിനിധി എന്നെ വന്നു കണ്ടു. കേരളത്തിലെയും ഇന്ത്യയിലെയും ഭാരതീയ ഉദ്യോഗ വ്യാപാര ഉപാധ്യക്ഷന്മാരെയും ഇന്ത്യയിലെയും കേരളത്തിലെയും വ്യാപാര പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു. അപ്പൊ കേന്ദ്ര ഗവൺമെന്റുമായും സംസ്ഥാന ഗവൺമെന്റുമായും ഒക്കെ വ്യാപാരികൾ ഒരു എല്ലാ തരത്തിലും യോജിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട ഗവർണർ ഈ ദിവസം ഇവിടെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ചത് തികച്ചും പ്രതിഷേധാർഹമാണ്. ആ പ്രതിഷേധം ഇപ്പോൾ ഞാൻ ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നു. കാരണം കേരളത്തിലെ വ്യാപാരികളുടെ കേരളത്തിലെ വ്യാപാരിയുടെ അവസ്ഥ എന്താണ്? ഞങ്ങൾക്കിത് പൊതുസമൂഹത്തിൽ കൊണ്ടുവരുന്ന അവസരമാണ്. ഇത്തരത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോലെയുള്ള ആളുകളെ അണിനിരത്തി ഞങ്ങളുടെ പ്രശ്നങ്ങൾ പറയാനുള്ള അവസരമാണ്. പൊതുജനങ്ങൾ കേൾക്കാനുള്ള അവസരമാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നു. എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെന്റ് അതിനെക്കുറിച്ച് പഠിക്കാൻ തയ്യാറാകുന്നില്ല? നിയമങ്ങളുടെ വ്യത്യസ്തമായ നിയമങ്ങൾ കാരണം